ഇപ്പോൾ നമ്മൾ വന്ന ആ മൊമെൻറ്റിൽ തന്നെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. എല്ലാം ഇനി അടുത്ത് മെയിൻ ഡോക്ടർമാർ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അവർ വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായ റിപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും നമുക്ക് നോർമലായിട്ടാണ് കാണുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നിലവിലുള്ള കണ്ടീഷന് അങ്ങനെ തുടർന്ന് പോവുകയാണ്. ഒബ്സർവേഷനിലാണല്ലേ 48 മണിക്കൂർ ഒബ്സർവേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡോക്ടർമാരൊക്കെ എപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർമാരൊരു 10 മണിനുള്ളിൽ 10 മണിയാകുമ്പോൾ വരും. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്നുള്ള മെഡിസിൻ അങ്ങ് എത്തിയിരുന്നു. ഇന്ന് രാവിലെ എത്തിയില്ലേ? അവർ രാവിലെ അല്ല, അവർ പുലർച്ചെ 2:30 മണിക്ക് എത്തിക്കണേ. അവരിപ്പോൾ മടങ്ങിയുള്ളൂ. ഇപ്പോൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നമുക്ക് അതിൻ്റെ മെഡിക്കൽ ബുള്ളറ്റ് തന്നിട്ട് അവർ പോയത്. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ ഇതൊക്കെ സാധിക്കില്ല, ഡോക്ടേഴ്സ് ബാക്കിയിലൂടെ വന്നിട്ട് സംസാരിച്ചിട്ട് പിന്നെ നമ്മളാണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലിലോട് അന്വേഷിച്ചതിന് ശേഷം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യണം നമ്മൾ. എന്തായാലും ഈ 48 മണിക്കൂർ നേരം നിരീക്ഷണത്തിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മാറ്റി കേരളത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെന്നൊരു അഭ്യർത്ഥന ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ നിന്ന് എത്തിയ മെഡിക്കൽ സംഘത്തിനോട് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവർ പറഞ്ഞത് നിലവിലെ ഈ സ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്.